പ്രശാന്ത്, ഇതിനകത്ത് ഇന്നിപ്പോൾ ഈ വന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞതുണ്ടല്ലോ, എന്തോ വലിയ കാര്യമാണ് ഇവിടെ കേരളത്തിൽ നടന്നത്. ഒരു പ്രതികരണമുണ്ടായി, ഒരു വലിയ സ്വാഭാവിക പ്രതികരണമുണ്ടായി, ഒരു അന്യായ വേട്ടയാടൽ, വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒരു ദേശീയ ഏജൻസി പെരുമാറുമ്പോൾ സ്വാഭാവികമായ പ്രതികരണമുണ്ടായി. അതുപോലെയാണോ രാജ്യത്ത് തെലങ്കാനയിൽ, ദില്ലിയിൽ, കർണാടകത്തിൽ അടക്കം നടന്നത്? എന്തൊരു പ്രതിഷേധം, എന്തൊരു അക്രമമാണ് നടത്തിയത് അവിടെ! ഈ പിണറായിയുടെ വീടിന് ബേക്കറി ജംഗ്ഷന് മുന്നിൽ ആളുകൾ തടിച്ചുകൂടിയതുപോലെയാണോ? പിണറായിയുടെ വീട്ടിന് മുന്നിൽ തടിച്ചുകൂടിയതുപോലെയാണോ ഇവർ കാട്ടിക്കൂട്ടിയത്? എന്തൊക്കെയായിരുന്നു ഈ രാജ്യ തലസ്ഥാനത്ത് അടക്കം അവർ നടത്തിയത്? ബസ്സുകൾ കത്തിച്ചില്ലേ? ട്രെയിനുകൾ തടഞ്ഞിട്ടില്ലേ? ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുകയും ഇവിടെ നടന്ന ഏതോ മഹാകാര്യമായി പറയുകയും ചെയ്യുമ്പോൾ ആളുകൾ വായിച്ചെടുക്കുന്നത് ഒരു ഡീൽ. തീർച്ചയായും ഇത് കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഇരട്ടത്താപ്പ് നിലപാട് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അതല്ലാതെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ, ഏത് കേന്ദ്ര ഏജൻസിയുടെ ആണെങ്കിലും അവരുടെ അന്വേഷണം ഏത് പാർട്ടിക്കെതിരാണോ അതനുസരിച്ചുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. തങ്ങളുടെ നേതാക്കൾക്കെതിരെ EDയോ CBIയോ മറ്റോ വന്നാൽ അയ്യോ ദാ ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ് ദേശീയ തലത്തിൽ അലമുറയിടുന്ന കോൺഗ്രസ്, എന്നാൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ അടുക്കിലേക്ക് അവരെത്തിയാൽ അത് ഒരു ന്യായമായ അന്വേഷണം, അതുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതിപ്പോൾ പിണറായി വിജയൻ്റെ വസതിയിൽ നടത്തിയ റെയ്ഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അതിനു മുമ്പ് നമുക്കറിയാം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ ഒരു അഴിമതി കേസ് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഉയർത്തിക്കൊണ്ട് വന്നത് തന്നെ കോൺഗ്രസ് ആണ്. മദ്യനയത്തിൻ്റെ പേരിൽ ഒരു അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞൊരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നതും അതിൽ ആദ്യം പരാതിപ്പെടുന്നതും കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിൻ്റെ പരാതിയിലാണ് അവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ CBI ആയാലും ED ആയാലും ഒക്കെ എത്തുന്നത്. പിന്നീട് നമ്മൾ കണ്ടു ആ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ കൂട്ടമായി വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികൾ. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, സത്യേന്ദർ ജെയിൻ തുടങ്ങി ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെയൊക്കെ ED കേസിൽ കുടുക്കി ജയിലിലടക്കുന്നു. മാസങ്ങളോളം അവർ ജയിലിൽ കിടന്നു. കാരണം ED കേസിൽ ജാമ്യം കിട്ടുക എളുപ്പമല്ല. അതായിരുന്നു BJP ആഗ്രഹിച്ചത്, അതാണ് കോൺഗ്രസ് താല്പര്യപ്പെട്ടത്. അതേപോലെ കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ ഈ അഴിമതി ആക്ഷേപം ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ്? അത് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ അഴിമതി ആരോപണം ഏറ്റവും ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നതും വ്യാപകമായ പ്രചാരണം നടത്തിയതും. അവിടെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടമാകാൻ ഈ ഒരു പ്രചാരണം കൂടി ഇടയാക്കി എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ കോൺഗ്രസ് വിചാരിക്കുന്നത് തങ്ങൾ ഡൽഹിയിൽ ദുർബലപ്പെട്ട് നിൽക്കുകയാണ്. ഇനി ഡൽഹിയിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ എങ്ങനെയെങ്കിലും ആം ആദ്മിയെ ദുർബലപ്പെടുത്തണം, എങ്കിൽ മാത്രമേ തങ്ങൾക്കൊരു തിരിച്ചുവരവ് സാധ്യമാകാൻ പറ്റൂ. അതിനുവേണ്ടി അവർ BJPയുടെ ഒരു B ടീം എന്ന നിലയിലാണ് അവിടെ ഡൽഹിയിൽ പ്രവർത്തിച്ചത്. അതുതന്നെയാണ് നമ്മൾ കേരളത്തിലും കണ്ടത്. ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെത്തുമ്പോൾ പറയുന്നത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഇന്ത്യ കൂട്ടായ്മ എന്നൊരു പ്രതിപക്ഷ സഖ്യം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് ആ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് അതിന് ഉത്തരവാദിത്വ ബോധത്തോടെ അതിന് നേതൃത്വം നൽകേണ്ട കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അതേ ഇന്ത്യ കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ആ ഇലക്ഷൻ്റെ പ്രചാരണ ഘട്ടത്തിലും മറ്റും BJP വലിയൊരു വിജയത്തിലേക്ക് പോകുന്നു എന്നൊരു പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. 3-2 ഭൂരിപക്ഷത്തോടെ ഇതാ BJP വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു, മൂന്നാം മോഡി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു പ്രതീതി പൊതുവിൽ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം കൂടി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് ദേശീയ തലത്തിൽ ഒരു ഐക്യം രൂപപ്പെട്ടു. ആ ഐക്യം രൂപപ്പെടുത്തുന്നതിന് മുൻകൈ എടുത്തത് കോൺഗ്രസ് അല്ല കേട്ടോ, മറ്റു പല പ്രതിപക്ഷ പാർട്ടികളുമാണ് മുൻകൈ എടുത്തത്. അതിൽ ഇടതുപക്ഷ പാർട്ടികൾക്കും CPMൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കുമൊക്കെ വലിയ പങ്കുണ്ട്. അവർ മുൻകൈ എടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു കൂട്ടായ്മ സഖ്യമല്ല, ഒരു കൂട്ടായ്മയാണ്. കാരണം ആ കൂട്ടായ്മയിലെ കക്ഷികൾ പല സംസ്ഥാനങ്ങളിലും പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഏറ്റുമുട്ടുന്നുണ്ട്, ഡൽഹിയിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്നുണ്ട്, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇടതുപക്ഷവും ഏറ്റുമുട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ BJPക്കെതിരെ ഒരു കൂട്ടായ്മ ദേശീയ തലത്തിൽ അനിവാര്യമാണ്. അതല്ലെങ്കിൽ ഈ ഒരു രാജ്യം വലിയ അപകടത്തിലേക്ക് നീങ്ങും എന്ന് കണ്ട് ഇടതുപക്ഷ പാർട്ടികളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും എല്ലാം കൂടി ചേർന്നൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. അതിൽ കോൺഗ്രസും സഹകരിക്കുന്നു. ആ കൂട്ടായ്മയുടെ ആ ഇലക്ഷനിൽ സൃഷ്ടിച്ച ഒരു സ്വാധീനം, അത് ഇലക്ഷനിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കണ്ടതാണ്. 3-2 ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന BJPക്ക് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ 240 സീറ്റിലേക്ക് അവർ തളയ്ക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇന്നിപ്പോൾ മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് ആ സർക്കാർ നിലകൊള്ളുന്നത്. തുടർന്ന് അങ്ങോട്ട് എന്താണ് സംഭവിച്ചത്? ആ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് എന്തെങ്കിലും ഒരു ജാഗ്രത കാട്ടിയോ? അതിന് വേണ്ട എന്തെങ്കിലും